ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലക്ഷ്മി കൃഷ്ണ ഹോം മെയ്ഡ് പ്രൊഡക്റ്റിൻ്റെ ഒരു ഹെയർ റീഗ്രോത്ത് കിറ്റിനെ കുറിച്ചാണ്. ഞാനിത് വാങ്ങിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിലും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഹോം ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഫ്രീ ഡെലിവറിയും ഉണ്ട്. അപ്പോൾ ഇതാണ് കിറ്റ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ അവർക്കൊരു റീഗ്രോത്ത് ഓയിലും അതുപോലെ തന്നെ റീഗ്രോത്ത് ജെല്ലുമാണ് കൂടെയുള്ളത്. റീഗ്രോത്ത് ഓയിൽ ചെയ്ത് 100% നാച്ചുറലാണ്, ഹോം മെയ്ഡ് പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് എനിക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. പ്രഗ്നൻസി ടൈമിലും ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ജെല്ലെന്ന് പറയുന്നത് 30 ഗ്രാമാണ്, ഓയിൽ 200 ഗ്രാമാണ്. രണ്ടും കൂടി 600 രൂപയാണ് എമൗണ്ട് വരുന്നത്. തമിഴ്നാട്ടിലുള്ളവർക്ക് ഫ്രീ ഡെലിവറിയാണ്. കേരളത്തിലും അതുപോലെ തന്നെ പുറത്തുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ 100 രൂപ ഡെലിവറി ചാർജ് ഉണ്ട്. ഞങ്ങൾക്ക് 5 ദിവസത്തിൽ തന്നെ ഞങ്ങളുടെ ഈ സംഭവം ഞങ്ങളുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. നെറ്റ് ബാങ്കിങ്ങോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഓയിൽ ഇങ്ങനെയാണ് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു പോലെ തന്നെയാണ് ഹെയർ ഓയിൽ ഉള്ളത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിലൊക്കെ വരുന്നത് കൗ മിൽക്ക്, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ ഓണിയൻ, കറി ലീവ്സ്, അതുപോലെ ഭൃംഗരാജ, ബ്ലാക്ക് ജീര, അങ്ങനത്തെ ഒരുപാട് 10-25ഓളം ഇൻഗ്രീഡിയൻസ് ഓയിൽ വരുന്നുണ്ട്. ജെല്ലിലാണെങ്കിൽ 30 ഗ്രാമിൻ്റെ ജെല്ലാണ്. ഒരു ഓറഞ്ച് കളർ ജെല്ലാണ്. ഞാനത് തുറന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇപ്പോൾ സാധാരണ ഹെയർ ജെല്ലില്ലേ, അതുപോലെ തന്നെ സെയിം തന്നെയാണ് വരുന്നത്. ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് പക്ഷേ ഇതിന് വരുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര, കസ്റ്റർ ഓയിൽ, നീം ഓയിൽ, കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം തന്നെ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ്, അതായത് അരമണിക്കൂർ മുമ്പ് ഈ ഓയിൽ തലയിൽ തേച്ച് പിടിപ്പിക്കുക. തേച്ചിട്ട് ഒരു 30 സെക്കൻഡ് നന്നായിട്ട് തലയോട്ടിൽ മസാജ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഓയിൽ എടുത്തിട്ട് ഞങ്ങളുടെ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഈ ജെല്ലെടുത്തിട്ട് അരമണിക്കൂർ അതായത് ഓയിൽ തേച്ചിട്ട് അരമണിക്കൂർ, അതായത് ഉറങ്ങുന്ന തൊട്ട് മുമ്പ് ഞങ്ങൾ ഈ ജെല്ലെടുത്തിട്ട് എവിടെയാണോ മുടി അധികമായിട്ട് പോയിരിക്കുന്നത്, ചില ആൾക്കാർക്ക് നെറ്റ് കയറില്ല, അതുപോലെ തന്നെ കഷണ്ടി പോലെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പോവില്ലേ, അപ്പോൾ ആ ഭാഗങ്ങളിൽ മാത്രം ഞങ്ങൾ ജെല്ല് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഓയിൽ തേച്ച് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ജെല്ല് യൂസ് ചെയ്യാം. അതിനുശേഷം കിടന്നുറങ്ങിയിട്ട് രാവിലെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. അതല്ലാന്നാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ചില ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ദിവസവും തല കുളിക്കാൻ പറ്റത്തില്ല അല്ലേ, കോൾഡിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ പനി, ഇങ്ങനത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ ഞങ്ങൾക്കിത്, പക്ഷേ ഈ ഓയിൽ ഡെയിലി യൂസ് ചെയ്യണം. കുളിക്കുന്നത് വേണമെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസവും തല കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. ഓയിൽ തേച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓയിൽ ഇങ്ങനെ മുഖത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ഓയിൽസൊന്നും അല്ല ഇത്. പിന്നെ രാത്രി ചില ആൾക്കാർക്ക് കിടന്നുറങ്ങുമ്പോൾ ഓയിൽ തേച്ച് ഉറങ്ങാൻ മടിയായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ പനി കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ മോർണിംഗ് കുളിക്കുന്നതിന് 3-4 മണിക്കൂർ, അതായത് 4 മണിക്കൂർ, ഓക്കെ, 4 മണിക്കൂർ മുമ്പ് ഈ ഓയിൽ തേക്കുക. അതുപോലെ തന്നെ 30 മിനിറ്റിന് ശേഷം അതായത് മുടി ഒരുപാട് പോയിരിക്കുന്ന ഭാഗം, കഷണ്ടി ആയിരിക്കുന്ന ഭാഗം, വട്ടത്തിൽ മുടി പോയിരിക്കുന്ന ഭാഗം, അവിടെ മാത്രം ഈ ജെല്ല് തേച്ച് ജസ്റ്റ് ഒരു മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുളിച്ച് കളയാവുന്നതാണ് നോർമൽ ഷാമ്പൂവിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.